രാധാകൃഷ്ണന്റെ ചുറ്റും ബന്ധുക്കളുണ്ട്, സ്നേഹമുള്ള അമ്മയുണ്ട്, മൂത്ത മകൻ കൂടെ തന്നെയുണ്ട്. ഭാര്യ നല്ലവളാണെന്ന് ആവർത്തിച്ചു പറയുമ്പോഴും തന്നെ ഒറ്റയ്ക്കാക്കി അവൾ പോയതിന്റെ കാരണം അറിയില്ല രാധാകൃഷ്ണൻ. മൂത്ത മോനും. അപ്പൊ ഇനിയൊരു മോനെവിടെ? ഒരു മോനെ അവര് കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഭാര്യ. ഭാര്യ നിങ്ങളുടെ കൂടെ അല്ലേ? ഇപ്പം അല്ല. അതെന്താ കുട്ടികളെങ്ങനെ വേറെ പിരിച്ച് രണ്ടുപേരും ഓരോരോ ആയിട്ട് താമസിക്കുന്നത്? അവർക്ക് ഇപ്പം ഭാര്യയ്ക്ക് ഇപ്പം എന്നെ വേണ്ടെന്നുള്ളൊരു താല്പര്യം. പിള്ളേർക്ക് എത്ര വയസ്സായി? ഒരാൾക്ക് 14, ഒരാൾക്ക് 8 വയസ്സ്. നിങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ പാസ്പോർട്ട് ഇല്ലായിരുന്നു. കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ പാസ്പോർട്ട് എടുത്തത്? അത് ഞാൻ അറിഞ്ഞിട്ടില്ല. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലേ പോകുന്ന കാര്യം? ഇല്ല, ഇവിടെ ആദ്യമൊക്കെ പറഞ്ഞ് ഞാൻ ഗൾഫിൽ പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകണ്ട ഈ 2 കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് നീ പോകണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ജോലിക്ക് അച്ഛനോട് ചോദിച്ചിരുന്നോ? അച്ഛനോട് ചോദിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉള്ള അറിവ്. എനിക്കറിയത്തില്ല. അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാതെ. നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുകയും ചെയ്തു, ആണോ അല്ലയോ? അത് ഞാനിപ്പോഴും അറിയും. പോയി കഴിഞ്ഞിട്ട് അച്ഛൻ നിൽക്കുന്ന വീട്ടിൽ വിളിച്ച് പറയുക ഞങ്ങളുടെ മോളെ ഗൾഫിൽ വിട്ടു. അച്ഛന് പൈസ അയച്ചു കൊടുക്കുമായിരുന്നല്ലോ. അത് എനിക്കറിയത്തില്ല. അപ്പൊ നോക്കില്ല, അമ്മ നോക്കിയില്ലേ? പിന്നെ നോക്കുമായിരുന്നു. പിന്നെന്താ പെട്ടെന്ന് അമ്മ നോക്കാതെ പോയോ? കുഞ്ഞിന് തീരെ വയ്യായിരുന്നു. അവര് കരഞ്ഞ് പറഞ്ഞിട്ട് എനിക്ക് വയ്യായി, ജോലി ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞിട്ടല്ലേ അവര് തിരിച്ചു വന്നത്. നിങ്ങൾ മുറി അടച്ച് 24 മണിക്കൂർ മുറിയിനകത്ത് കിടന്ന് ഉറക്കാണ്. ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എപ്പോഴും ഉറക്കം. മറ്റുള്ളവരായിട്ട് ഒരു സഹകരണം ഇല്ലെന്ന് പറയുന്നു. അത് ശരിയാണോന്ന് എനിക്കറിയാം. ഇപ്പൊ അവർക്ക് എന്നെ വേണ്ട എന്നുള്ളൊരു താല്പര്യം. അതെന്താ കാരണം? അവരെന്താ കാരണം പറയുന്നത്? അവർ കാരണം പറയുന്നത്, ഞാൻ അച്ഛൻ്റെ മരണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളാരും വിളിക്കാൻ പോയില്ല. വിളിക്കാൻ പോയത് അവരുടെ അപ്പച്ചിയുടെ മോള് കൊണ്ടുവിട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചേട്ടത്തിയുണ്ട്. ചേട്ടത്തി ഇവരുമായിട്ട് ഇവർ 2 പേരായിരുന്നു പണിക്ക് എല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഇവരതുപോലെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരാ. നിങ്ങളുടെ കുടിയൊക്കെ കുറിച്ച് നിർത്തി ആ കാശും ചേർത്തി ഒരു ബാത്റൂം എന്ന് വെച്ച് കൊടുക്കാമായിരുന്നില്ലേ? ഒരു അടിസ്ഥാന സൗകര്യല്ലേ ഒരു സ്ത്രീക്ക്? അതെന്തുകൊണ്ട് ചെയ്തില്ല? 10 കൊല്ലമായിട്ട് ചെയ്തില്ല എന്നുള്ള പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എന്നിട്ട് രാധാകൃഷ്ണൻ പൈസ വേണ്ട, അവളുടെ പൈസ വേണ്ട എന്നൊക്കെ പറയുമ്പോഴേ എന്തെങ്കിലും അർത്ഥമുണ്ടോ? വല്ല അടിസ്ഥാനം. പിന്നെ അങ്ങനെയുള്ളൊരു ജീവിതത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കാനാണ് അവർ പോയത്. അത് നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? പിന്നെ പോയി കണക്ക് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കണക്ക് ചോദിച്ചതല്ല, അച്ഛന് ദേഷ്യം. കണക്ക് ചോദിച്ചതല്ല, എനിക്ക് ആ പൈസയും വേണ്ടെന്ന് പറഞ്ഞു. ശരി, അപ്പൊ ഇതാണ് കാരണം. ഇത് വേറെ വലിയ കാരണങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്കൊന്നും വലിയ കാര്യങ്ങൾ പറയാനില്ല. അച്ഛനാണ് വിവരം ഒന്ന് പറഞ്ഞത്. അച്ഛനും അറിയുന്നില്ല. അപ്പൊ അച്ഛൻ അറിഞ്ഞു? അന്നേരം അറിയുന്നേ, പോയി കഴിഞ്ഞാൽ അറിയുന്നേ. എന്ത് സാഹചര്യം, എന്തിനു വേണ്ടിയായിരുന്നു അവരങ്ങനെ പറയാതെ പോവാൻ കാരണം? അതൊന്നും എനിക്കറിയത്തില്ല. അല്ല, ഇവർ തമ്മിൽ വഴക്കായിരുന്നു എപ്പോഴും? ഇല്ല, സന്തോഷത്തോടാ പോയെ. സ്നേഹത്തോടെ തന്നെ ആയിരുന്നു. അല്ല, രാജൻ പറ, അവർ തമ്മിൽ വഴക്കായിരുന്നോ? ഒരു വഴക്കിന് പോയതല്ല. പിന്നെ എന്ത് കാരണം കൊണ്ടായിരിക്കും അവര് പോയത്? കാശുണ്ടാക്കാൻ വേണ്ടി. എന്തുകൊണ്ട് ഭർത്താവുള്ളപ്പോ കാശുണ്ടാക്കാൻ വേണ്ടി അവര് പോവാൻ കാരണം എന്താ? ഞങ്ങളോടായിരുന്നു ഇഷ്ടം. 2 ദിവസം പ്രവഹിച്ച് വരട്ടെ. 3ാം ക്ലാസ്സിൽ പഠിക്കേണ്ടവനാ. അപ്പൊ പറഞ്ഞു, അപ്പൂപ്പനും അമ്മയും പറഞ്ഞു 2 ദിവസം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 3ാമത്തെ ദിവസം എത്ര വയസ്സിലാണ് കൊണ്ടുപോയത് ഇളയ മോനെ? 8ാമത്തെ വയസ്സ്. ഈ വർഷം ഇളയ മോനെ 8 വയസ്സുള്ളപ്പോ ഇപ്പം വന്നപ്പോഴാണ് ഇവള് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അവന്റെ അമ്മേരെ അടുത്ത് കൊടുത്ത് വളർത്താണ്. അവിടെ വളർത്തിയിട്ട് ഇവള് വേറെ ഹോം നഴ്സിംഗിന് വേറെ എവിടെ കണ്ട് പണിക്ക് പോവാ. ഇപ്പൊ തിരിച്ചും പോയിട്ടില്ല. എന്റെ കുഞ്ഞിനെത്താ ഞാൻ ഭാര്യയുടെ കുഞ്ഞ് സാറേ ഇപ്പോഴല്ലേതായത്. ഇപ്പോഴല്ലേ ഇത്രയും വർഷം ഇവള് നോക്കിയിട്ടില്ല. ഈ ഒന്നും അറിയാൻ വയ്യ പരുവത്തിൽ പോയി. 8 വർഷം മുതൽ നോക്കിയോണ്ട് പറയല്ല. അമ്മ എന്താ പറയുന്നത്? അമ്മ പറയാനുള്ളത് പറ. 8 വർഷമല്ല, ഇപ്പൊ മൂത്ത കൊച്ചിന് 14 വയസ്സുണ്ട്. ഈ 14 വയസ്സ് വരെ എന്റെ നെഞ്ചു കൊടുത്താൽ ഞാൻ എന്നെ വളർത്തിയത്. ഇത്രയും സ്വന്തം തള്ള അതിന്റെ വെത്തൽ അറിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് എന്നെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരത്തില്ല. അവളോടുള്ള സ്നേഹം എന്നോടുള്ള സ്നേഹം പോലെ ആ തള്ളയോടില്ല.